Good morning, guys. Like so. So, one second, guys. Cartoon തുറക്കട്ടെ. രാവിലെ എണീറ്റു ഗൈസ്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന് ജിമ്മിൽ പോകണം. ജിമ്മിന് പോയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ. സെറ്റ്. ദെൻ ബിഫോർ ദാറ്റ് ഞാൻ യോഗട്ട് എടുത്തോണം എന്നിട്ടുണ്ട്. പ്രീ വർക്കൗട്ടായിട്ട് യോഗട്ട് കഴിക്കാം. ഇന്നലെ ആരും കഴിക്കലുണ്ടാവില്ല, ഞാൻ കഴിക്കാറുണ്ട്. സോ നമുക്ക് യോഗട്ട് കഴിച്ച് നോക്കാം. സംശയിക്കണ്ട, പല്ല് തേച്ചിട്ടില്ല ഗൈസ്. ഞാൻ അപ്പോൾ ഓട്സ് ആക്കി പോയിട്ട് ആ യോഗട്ട് അതിലിട്ട് കുറച്ച് ആൽമണ്ട് മിൽക്ക് ഉണ്ടായിരുന്നു. ആൽമണ്ട് മിൽക്ക് ഇട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം എടുത്ത് മിക്സ് ആക്കി കുറച്ച് ഓട്സ് ഉണ്ടാക്കി. റൂമിൽ നിന്ന് ഇറങ്ങി ജിം ബാഗ് എടുത്തതിന് ഇപ്പോൾ ലിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നല്ല വെയിലുണ്ട് ഗൈസ്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഉച്ചയാകുന്ന സമയത്ത് 36 ഡിഗ്രി സംതിങ് വെയിലുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് അവർ അംബ്രല്ല ഔട്ട്. കയ്യിൽ പിടിച്ചിട്ടുണ്ട്, പക്ഷേ കുറേ ആവശ്യമൊന്നുമില്ല. ഈ ഒരു വെയിലെല്ലാം കൊള്ളണം. മിനിമം നമ്മൾ ഒരു 10 മിനിറ്റ് ഡെയിലി വെയിൽ കൊള്ളണ്ടേ. സോ ഇത് കൊണ്ടേക്കാം. പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിലല്ല, അവർ വെട്ടിയതാണ്. ഒക്കെ സ്റ്റിൽ ഇപ്പോൾ അത് വരുന്നുണ്ട്. കളിക്കുന്നതിന് മുമ്പ് പുഷപ്പ് നിർബന്ധം അല്ലേ ഗൈസ്? സോ ഗൈസ്, നെക്സ്റ്റ് നമുക്ക് ഇൻക്ലൈൻ ഡംബിൾ പ്രസ് ചെയ്യാം. ഓക്കെ, സെറ്റ്. കഴുത്തിന് വാമപ്പ് ചെയ്യാൻ കഴുത്തിന് ഭയങ്കര വേദനയുണ്ട് ഗൈസ്. അതിന് ഇപ്പോഴും വരുന്നുണ്ട് തോന്നുന്നു. നമുക്ക് കഴുത്തിനൊന്ന് വാമപ്പ് ചെയ്യാം. ഞാൻ ചെയ്തായിരുന്നു, ബട്ട് സ്റ്റിൽ നമുക്കിത് 15 ചെയ്യാം. 15 kg. സോ 15 kg കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് നമുക്ക് 40 LB എടുക്കാം. 40 LB ഗൈസ്, നമ്മൾ 45 എടുത്തിട്ടില്ല, 40 LB ആണ് എടുത്തിട്ടില്ല. സോ ഏകദേശം 18 point something kgs വരും. ഓക്കെ, ലെറ്റ്സ് സ്മാഷ്. ഹെവിയായി, കുറച്ച് ഹെവിയായി ഗൈസ്. പമ്പായി ഗൈസ്, പമ്പായി. ഇന്ന് സെറ്റാക്കാണ്ട്
നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്തത് ആശാനോട് ചോദിച്ചിട്ട് ഡിക്ലൈൻ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. സോ നമുക്ക് ഡിക്ലൈൻ അടിച്ച് നോക്കാം. സ്ട്രെച്ച് പുഷ് കാരണം നോക്കിയോ അവിടെ വേറെ ചെറുതായ ഡിക്ലൈൻ അടിക്കുക. സോ ഡു ചെസ്റ്റ് പ്രസ്. സോ നെക്സ്റ്റ് നമുക്ക് വെയിറ്റ് കൂട്ടാം. ഇപ്പോൾ ഞാൻ ഏകദേശം 14 അടിച്ചത് കണ്ടോ 40. സോ 40 മാറ്റി നമുക്കൊരു 70 സെറ്റ്. അത് കഴിഞ്ഞ് സോ നെക്സ്റ്റ് പിന്നെ വെയിറ്റ് കൂട്ടാൽ മതി. 70 അല്ലേ 85 100 100 ഇരിക്കട്ടെ. 2 സെറ്റ് ഉണ്ടെങ്കിൽ ചെസ്റ്റ് പ്രസ് നമുക്ക് ഫിനിഷ് ചെയ്യാം. ചങ്ങായിലെ റിക്ലൈൻ ഒഴിവാക്കിയിട്ട് പോയി. സോ നമുക്കിനി അടുത്ത് റിക്ലൈൻ അടിക്കാം. ഓക്കെ, സോ ഗൈസ് ഇൻക്ലൈൻ ഒരു സെറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് 5 കിലോയിലാണ് ചെയ്തത്. കാരണം പെട്ടെന്ന് തന്നെ വെയിറ്റ് എടുക്കുമ്പോൾ ശരിയാവുന്നില്ല. സോ 5 kg 10 15 25. സോ ഗൈസ് നെക്സ്റ്റ് നമുക്ക് ഫ്ലൈ അടിക്കാം. ഓക്കെ, സോ ഫ്ലൈ ഫസ്റ്റ് ഞാനൊരു 18 kg ചെയ്യുന്നത്. സോ ലൈക്ക് എ വാം അപ്പ്. So guys, we are all done with fly 18 kg. So അടുത്ത നമുക്ക് 25 kg പഠിക്കണം. സോറി, ഞാൻ 25 ആയിരുന്നു ഗൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്കിന്ന് 32 ഇടാം. സോ ഗൈസ് 32. സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ 32 അടിച്ച്. സോ നെക്സ്റ്റ് നമുക്ക് 39 അല്ലെങ്കിൽ 35 ഇടാം. ഓക്കെ, പക്ഷേ നെക്സ്റ്റ് എന്തായാലും 2 സ്റ്റെപ്പ് കൂട്ടാണ് ഗൈസ് എൻ്റെ പ്ലാൻ. അതായത് 2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഇങ്ങനെ അടിക്കാൽ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ ഒരു 10 അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അടിച്ച 18 സോറി 25. സോ 32. നെക്സ്റ്റ് ഒരു 45 or 40 അടിക്കാം. പക്ഷേ 2 റെപ്പ് അടിക്കാം. ഐ മീൻ 2 സെറ്റ് അടിക്കേണ്ടി വരും. ലെറ്റ്സ് ഗോ ഗൈസ്. നെക്സ്റ്റ് നമുക്കൊരു 45 ഇടാം. 45-ൽ നിർത്താം. 45 32. അപ്പോൾ 2 സെറ്റ് നമ്മൾ കൂട്ടിയില്ല. ഞാൻ അങ്ങനെ കളിക്കാം. ഫസ്റ്റ് 25 32 then 45 45 2 റെപ്പടി. ഐ മീൻ 2 സെറ്റ്. ലെറ്റ്സ് ഗോ. കഴിയുന്നില്ല, കുറച്ച് ഓവറായി പോയി. പമ്പായിട്ടുണ്ട്.
പമ്പായിട്ടുണ്ട്, പക്ഷെ പമ്പായാൽ പോരല്ലോ, നമുക്ക് പ്രോഗ്രസ്സും ഉണ്ട്. സോ നെക്സ്റ്റ് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം സെയിം വെയിറ്റ് എടുക്കാം. അത്യാവശ്യം പമ്പായിട്ടുണ്ട് കണ്ട. ഓ സെറ്റ്. ചെറിയ ജോയിനൊരു പ്രശ്നമുണ്ട് ഗൈസ്, അത് സ്ട്രെയിൻ എടുക്കുമ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ട്. സോ ശരിയാക്കണം. നെക്സ്റ്റ് പുഷപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. സോ ലെറ്റ്സ് ഡു സം പുഷപ്പ്. നല്ലോണം പമ്പ് സെറ്റ് പൊളി. ഫോൺ നോക്കിയിട്ട് ഒരിക്കലും വർക്കൗട്ട് ചെയ്യാൻ പാടില്ല കാര്യം. ഞാനില്ല ഫോൺ നോക്കി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എത്ര സമയം അറിയാം വെറുതെ വേസ്റ്റ് ആവുക. പക്ഷേ ഇവിടെ സ്പീക്കറിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് മൈക്രോഫോണും ഇല്ല, അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയൊക്കെ ഉണ്ട് കേട്ടോ. സോ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വോയിസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. സോ പ്ലീസ് അതിനോട് ക്ഷമിക്കുക. സോ നെക്സ്റ്റ് ബൈസെപ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ്സ് ഡു ബൈസെപ്സ്. സോ ഗൈസ് ഓൾമോസ്റ്റ് പമ്പായിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇപ്പോൾ 15 കഴിഞ്ഞ് 20 കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് 25 അടിക്കാം.
ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വർക്കൗട്ട് ടു നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്തെന്ന് മാസ്റ്ററോട് ചോദിച്ചു തരാം. സോ ഗൈസ് അങ്ങനെ ബൈസെപ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് പോയിട്ട് ആപ്സിന് കളിക്കാം. ഓൾമോസ്റ്റ് 1.5 hour ആയി, ബട്ട് സ്റ്റിൽ ആപ്സിന് കളിക്കാം. Almost tired is 5 tired. Let's do 2 more sets for abs. 3 കളിയുണ്ട്, 3 വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്ത് ലെറ്റ്സ് ഗോ. ആപ്സിന് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ വെട്ടിക്കില്ലേ അത് കളിക്കാം. സെറ്റ് ഫിലിപ്പീൻസ്, ജോർഡൻ, സിറിയ. സുഖമായിട്ട് ആപ്സിന് കഴിഞ്ഞ് വർക്കൗട്ട് ഇന്നത്തെ മൊത്തത്തിൽ കഴിഞ്ഞ് ഞാൻ ബേൺ ചെയ്ത കലോറി ആസ് പെർ വാച്ച് 593 കലോറീസാണ്. സോ ഇന്നത്തെ വർക്കൗട്ട് അങ്ങനെ കഴിഞ്ഞ് ലെറ്റ്സ് ഗോ. ഇറങ്ങി കോടയെടുത്ത് മൊത്തം കാലം പുറത്തൊക്കെ ഭയങ്കര വെയിലായിരിക്കും, അതുകൊണ്ട് കോടയെടുത്ത്. പിന്നെ എനിക്കൊരു കാര്യം പറയുന്നത് എന്ത് തന്നെ ജിമ്മിൽ ഭയങ്കര നോയ്സായിരുന്നു. ഐ ഡോണ്ട് ഹാവ് മൈക്ക്. ഞാൻ എൻ്റെ ഐഫോണിൽ നമ്പിയിട്ടാണ് വീഡിയോ എടുത്തത്. ബട്ട് സ്റ്റിൽ ബാക്ക് ക്യാമറ വിഷ്വൽസ് നല്ല ക്ലിയർ ഉണ്ട് സൗണ്ട്. പക്ഷേ ഫ്രണ്ട് ക്യാമറ കുഴപ്പമില്ല. കേസ് ഒരു മൈക്ക് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പം ഇപ്പം എൻ്റെ ഫണ്ട് ഇടാനില്ല.
ഈ ബന്ധം ഉണ്ടെങ്കിലും ഐ ഡോണ്ട് വാണ്ട് ടു, ബട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഭയങ്കര വെയിലാന്ന്, ഒരു രക്ഷയില്ല. നോക്ക് മൈ കോട്ട്. ഹൗവർ നമ്മളിതെല്ലാം മുൻകൂട്ടി കണ്ടില്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളതാ കോടയും പിടിച്ച് നടക്കുന്നത്. ഓ ഗൈസ്, കോടയൊന്നും പിടിച്ച് കാര്യമില്ല. സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായത്, അതായത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെ നടന്നിട്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെറിയ ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് തലയിൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ചിലപ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലും ആയിട്ട് ഒരു പാട്ട് നമ്മളെ മനസ്സിലേക്ക് ഓറ്റ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ പാട്ട് ഇടാം. സ്പോട്ടിഫൈയിലോ എവിടെയെങ്കിലും നിങ്ങൾ ആ പാട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ആ ലിറിക്സിൻ്റെ ഒപ്പം ആ പാട്ടൊന്ന് പാടി വെക്കണം. ഐ മീൻ കരോക്കിയുടെ ഒപ്പം ആ പാട്ടൊന്ന് പാടി വെക്കണം. എനിക്കിപ്പോൾ വരുന്നത് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഡിപ്രഷനൊന്നുമില്ല, ജിമ്മ് കഴിഞ്ഞ് വന്നു ഒബ്വിയസ്ലി നിർത്തി. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പാട്ട് വരുന്നത് പറഞ്ഞാൽ ഇതാണ്, പൊന്നാമ്പൽ പുഴയിറന്ത് നമ്മൾ. ഓ മൈ ഗോഡ് ഗൈസ്, അത് ഞാനിപ്പോൾ അവിടെ പോയി പാട്ട് വെച്ചിരിക്കും, കേട്ടിരിക്കും. ഈവൻ ദോ ഞാൻ പാട്ട് പാടിയിരിക്കും. ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് ബ്രോ, വി ഡോണ്ട് ഹാവ് സോഷ്യൽ ആൻസൈറ്റി റൈറ്റ്. സോ ഗൈസ്, വൺ മോർ തിങ്, അതായത് എനിക്ക് മാത്രമുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ചില സമയത്ത് എൻ്റെ ഫോണിനോടൊക്കെ സ്നേഹം തോന്നും ഗൈസ്. യുനോ വൈ? ബിക്കോസ് ഞാനിപ്പോൾ ഈ ഫോണിലോട്ട് ഷൂട്ട് ചെയ്ത് ഇറ്റ്സ് ഐ ഫോർ 13. ഓക്കെ, ഇവന്ന് എനിക്ക് മുമ്പ് സോണിയുടെ ഒരു XA2 Ultra എന്നൊരു ഫോൺ ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു ഗൈസ്. പക്ഷേ ഞാൻ സോണിയിൽ നിന്ന് നേരെ ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്തതാണ്. എന്താ ഗൈസ് പറയാ, നോക്കി എൻ്റെ ക്ലാരിറ്റി. ആരാണ് ഇത് എടുക്കാത്തത്? ഈ ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആൾക്കാർ എടുക്കൂലേ? ഈവൻ മൈക്കൊക്കെ സ്റ്റുഡിയോ ക്വാളിറ്റിയാണ്. ഇത് ഈവൻ ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രണ്ട് മൈക്കാണ്, പക്ഷേ എൻ്റെ മൈക്ക് വരുന്ന ബാക്ക് സൈഡാണ് മെയിൻ മൈക്ക്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഈ റെക്കോർഡിങ് സൗണ്ട് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. പക്ഷേ ജിമ്മിന്ന് ഒന്നും പറയാനില്ലേ. സോ ഞാൻ നോക്കട്ടെ, മെല്ലെ ഒരു അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഗൈസ്. ബട്ട് സ്റ്റിൽ ഐ എം യൂസിങ് 13. ഇറ്റ്സ് ബിൻ 2 years ഓൾറെഡി. പക്ഷേ അടിപൊളി ഫോൺ ഗൈസ്. നമ്മൾ ലെഫ്റ്റിലെത്തി. ലെഫ്റ്റിൽ നിന്ന് അതിന് 3rd ഫ്ലോറിലാണ് റൂം. 3rd ഫ്ലോർ ഞെക്കിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഗൈസ് ഇടിയപ്പം തീർന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമ്മൾ തളരോ ഇല്ല. നമുക്കിവിടെ മുട്ടയുണ്ട്, ബ്രെഡുണ്ട്. മുട്ട ആംപ്ലേറ്റ് ആക്കി ബ്രെഡ് അടിക്കുക, ശേഷം പ്രോട്ടീൻ പൗഡർ അടിക്കുക. അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഫസ്റ്റ് അടിച്ചതിന് ശേഷം മുട്ട ആംപ്ലേറ്റ് അടിക്കുക. Oh shit bro, മുട്ടയും ബ്രെഡ് അടിക്കുക. It's a responsible thing, it's okay. ഞാൻ ഫ്രഷായി വന്ന് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കുടിക്കണം. 1 ലിറ്റർ വെള്ളം ഞാൻ എപ്പോഴും ജിമ്മിന് പോയിട്ട് വന്നതിന് ശേഷം കുടിക്കലുണ്ട് ഗൈസ്. അപ്പോൾ അത് വെള്ളം കുടിക്കുക. ഇന്നലെ എനിക്ക് ഓഫായിരുന്നു ഗൈസ്, പക്ഷേ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ ബേസിലിൻ്റെ ഒരു സിനിമയില്ലേ പുതിയ, എന്തോ പ്രാവിൻ സംതിങ്, അത് കണ്ടു. അടിപൊളി സിനിമയായിരുന്നു ഗൈസ്, അടിപൊളി മസ്റ്റ് വാച്ച് മൂവിയാണ്. എനിക്ക് അതിൻ്റെ പേര് ഫുള്ള് അറിയില്ല, മറന്നുപോയി അതാണ്. സോ ലെറ്റ്സ് ഡ്രിങ്ക് വാട്ടർ. സോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഞാൻ കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളി കട്ട് ചെയ്ത് ഇതിനു വേണ്ടിയാണ്. മിസ്റ്റർ മുസ്താഖ് എന്താ ഉണ്ടാക്കുന്നത്? മിസ്റ്റർ മുസ്താഖ് ബീഫ് ബിരിയാണി ഗൈസ്. അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയത് കഴിച്ചിട്ട് ലെറ്റ്സ് ഗോ. അതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. ഒരു കച്ചമ്പർ ഉണ്ടായിരുന്നു, കച്ചമ്പർ ഞാൻ ഉണ്ടാക്കി ഗൈസ് സെറ്റ്. ആൻഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. മിസ്റ്റർ മുസ്താഖ് ഇവിടെ റൈസിന് വേണ്ട സംഭവങ്ങളാക്കുന്നുണ്ട്. സോ ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കലായി. ലെറ്റ്സ് ഗോ. ഫ്രിഡ്ജിലൊരു യോഗട്ട് വെച്ചു. രാവിലെ കയറി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ഐസാവും തന്നെ വിചാരിച്ചു, പക്ഷെ ഇത്രക്ക് ഐസാവും ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഇതൊക്കെ ഒരാൾ എറിഞ്ഞ് കൊല്ലാം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് കഴിക്കാലോ. ലെറ്റ്സ് ഈറ്റ്. ടേസ്റ്റി ഗൈസ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കഴിക്കട്ടെ കേട്ടോ. സോ ഗൈസ്, നമ്മളിപ്പോൾ അങ്ങനെ പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. സാധനം സെറ്റായി. ഇനി നമുക്ക് അതിലത്തേക്ക് ബീഫ് മിക്സ് ചെയ്യാം. മിക്സ് ആക്കി ഇത്രയ്ക്ക് റോ ആയിട്ടുള്ള വീഡിയോ ഇടുന്ന കാര്യം മിസ്റ്റർ മുസ്താഖിന് അറിയില്ല ഗൈസ്. ആളെ വിചാരിച്ച് ഞാൻ ഇതെല്ലാം എഡിറ്റ് ചെയ്തു. നോ വേ, ഞാൻ എഡിറ്റ് ചെയ്തു. വേറെ എഡിറ്റ് ചെയ്യാൻ. സീ ഗൈസ്, എങ്ങനെയുണ്ട് സാധനം? പൊളി.
സോ ഗൈസ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാ. ഓ മൈ ഗോഡ്, നോക്ക് ഗൈസ്, നോക്കുക. ഫീൽ മുസ്താഖ് ബ്രോ ഭയങ്കര കുക്കാണ് ഗൈസ്. മുസ്താഖ് ബ്രോ എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളി. ആൻഡ് ഗൈസ് ബിരിയാണി മുസ്താഖ് ബ്രോ ഉണ്ടാക്കി, പക്ഷെ കച്ചമ്പർ ഉണ്ടാക്കിയ ഞാൻ. കച്ചമ്പർ കഴിച്ചോക്ക് വെച്ചിട്ടുണ്ടാ? അടിപൊളി. ഫുഡൊക്കെ കഴിച്ച് നല്ല കിടന്ന് ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ എങ്ങനെ വേ പ്രോട്ടീൻ ഉണ്ടാവും എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. സോ ഗുഡ്. അപ്പോൾ എന്താ ഈ കുളിച്ച് റെഡിയായി സെറ്റായി ഇനിയിപ്പോൾ പുറത്തേക്ക് നടക്കാൻ വേണ്ടി പോകാൻ. ഇവിടെ റൂമിൽ തന്നെ എന്തായാലും ഒരു ഓഫ് വെറുതെ പോകും. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല, കാരണം ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് ഒരു ദിവസം പോയ പോലെ ഒരു ഫീൽ ഉണ്ടായി. സോ ഇറ്റ് വോണ്ട് ഹാപ്പൻ അഗെയിൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉറങ്ങുന്നില്ല. സബ് ഗൈസ് ഹഷീഷി. അപ്പോൾ ഞാനും മുസ്താഖ് ബ്രോയും ഇവിടെ ലുലുവിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത്യാവശ്യം ഇവിടുന്ന് 15 മിനിറ്റിൻ്റെ വോക്ക് ഉണ്ട് ലുലുവിലേക്ക്. ഞാൻ ഫ്രണ്ടിലേക്ക് വ്യൂ കാണിച്ചത് ഗൈസ്, അമേസിങ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇതൊന്ന് നോക്കിയേ. ഇവിടെ നിന്ന് ചായ കുടിച്ചു, മുസ്താഖ് ബ്രോ ചായ കുടിച്ചു. അപ്പം ഇന്ന് ഇതൊക്കെയായിരുന്നു മൈ ഡേ. പിന്നെ ഇതാ യോഗട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണം തീർക്കാൻ വേണ്ടി യോഗട്ട് കഴിക്കുന്നു. സോ ലെറ്റ്സ് ഹാവ് യോഗട്ട്. സെറ്റാണ് കേസ്, ഒരു രക്ഷയില്ലാത്ത സാധനം. ചീപ്പിന് കിട്ടി. ചീപ്പ് സീൻ. ഇപ്പം നമ്മൾ ഐസ്ക്രീമിന് വേണ്ടി ക്രേവ് ചെയ്യുന്ന സമയത്തൊക്കെ അതൊക്കെ കഴിക്കാം. ഞാൻ ഏകദേശം ഐസ്ക്രീം കഴിച്ചിട്ട് 1 ഇയറിന് മുകളിലായി ഗൈസ്. 1 ഇയർ. സൂപ്പർ. കഴിച്ചു ഗൈസ്. അങ്ങനെ പോയി കിടന്ന് ഉറങ്ങണം. സോ ബിഫോർ ദാറ്റ് കുളിക്കണം. സോ ഗൈസ് എല്ലാവരും കിടന്നു, ഞാനും കിടക്കലായി. സോ നിങ്ങൾക്കറിയാലോ ഞാൻ റൂമിൽ ഒറ്റക്കല്ല, 2-3 ആൾക്കാരുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. സോ ലെറ്റ്സ് സ്ലീപ്പ്. സോ ഇതൊക്കെയായിരുന്നു ഗൈസ് ഇന്നത്തെ ദിവസം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പക്ഷേ ഈ വീഡിയോൻ്റെ റെസ്പോൺസ് എങ്ങനെ നോക്കിയിട്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഇടുന്നത്. എനിവേ ലെറ്റ്സ് ഡു.